സോ അതായത് ഇപ്പോൾ എല്ലാവർക്കുള്ളൊരു സംശയമാണ് എങ്ങനെയാണ് ഫോട്ടോമാത്തിൽ ഗ്രാഫ് വരയ്ക്കുക, അല്ലെങ്കിൽ ജിയോജിബ്ര വെച്ചിട്ട് എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക, എങ്ങനെയാണ് ബ്രേക്ക് പോയിൻ്റ് യൂസ് ചെയ്യാം. ഇത് ഒരുപാട് പേർക്കുള്ള സംശയമാണ്. അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാമെന്ന്. ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ പോലെ കാണിച്ചു തരാം. നമ്മൾ ജിയോജിബ്ര തുറന്നു കഴിഞ്ഞാൽ അവരൊരു വ്യൂ പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വ്യൂ പോർട്ടിലാണ് വരയ്ക്കേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനൊരു ഡെമോ ടാസ്ക് എടുക്കാം. ഒരു ഡെമോ നോക്കി നോക്കാം. ഓക്കെ, ഗ്രാഫ് എന്തോ ആയിക്കോട്ടെ, എനിക്കൊരു ഗ്രാഫ് വരയ്ക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ വരയ്ക്കുന്ന ഗ്രാഫ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ലൈൻ ഗ്രാഫ് വരയ്ക്കാം. ബ്രേക്ക് പോയിൻ്റ് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ലൈൻ ഗ്രാഫ് വരച്ച് നോക്കാം. ഇപ്പോൾ ഒരു y is equal to -5x+. സോ ദ റിക്വയർഡ് ലൈൻ ഈസ് നോക്കാം. y is equal to, for example, 2x plus 5. ഇതാണ് എനിക്ക് വരയ്ക്കേണ്ട ഗ്രാഫ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ പോയിട്ട് y is equal to 2x plus 10 അടിച്ചു. നമുക്ക് മനസ്സിലായി ഇത് വരുന്നത് ഏകദേശം സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വ്യൂ പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വ്യൂ പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2x plus 10 അല്ലേ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓപ്പൺ കൊടുത്തിട്ട് സെക്കൻഡ് ആൻഡ് ഫോർത്ത്. ഓക്കെ, ഇതുമായി നമുക്ക് സെക്കൻഡ് ക്വാർട്ടറിലാണല്ലോ വരുന്നത്. എഡിറ്റ് കൊടുക്കുക, ഡൗൺ ചെയ്യും. അപ്പോൾ ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതായത് എനിക്കിവിടെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട വ്യൂ പോർട്ട് കിട്ടും. അത് ഞാനിനി എങ്ങനെയാണത് ചെയ്യാമെന്ന് ഞാൻ ഓരോരോ ഗ്രാഫിന് വേണ്ടിയിട്ടും ഓരോരോ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഗ്രാഫിൻ്റെ ആവശ്യാനുസരണമാണ് നമുക്കത് മാറ്റാം, വ്യൂ പോർട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ടുള്ള അത് ഞാൻ പിന്നീട് വീട്ടിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ എനിക്കറിയാം സെക്കൻഡ് ക്വാർട്ടറിലാണ് എൻ്റെ ഗ്രാഫ് വരുന്നത് എനിക്കറിയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എഴുതുകയാണ് y is equal to 2x plus 10. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇത് പുറത്തേക്ക് വരിക. അപ്പോൾ കണ്ടില്ലേ, വ്യൂ പോർട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പോൾ ഞാനിത് 10 വരെയാണുള്ളത്, ഞാനത് കൂട്ടുകയാണ്. 10 കൂട്ടിയിട്ട് ഞാനത് 20 ആക്കുകയാണ്. ഇവിടെയും ഞാൻ 20 ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ്, ഇതാ ഇപ്പം എൻ്റെ ഗ്രാഫ് ഏകദേശം എനിക്കത് വേണമെങ്കിൽ മാറ്റം വരുത്താം. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഈ ഗ്രാഫ് മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സ് ഇൻട്രസെപ്റ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ എക്സ് ഇൻട്രസെപ്റ്റ് നിങ്ങൾക്ക് നോക്കി അറിയാം -50 ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പേര് കൊടുക്കുക a equal to -5,0. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞാൽ y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബി എന്ന് പേര് കൊടുക്കുകയാണ്. b equal to 0, 10. ഇത് രണ്ടുമാണ് എൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവർ പറയുന്ന പോയിന്റിലാണ് ഇവർക്കൊരു സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റൈൽ എടുത്തിട്ട് ഫുൾ സർക്കിൾ ആക്കണം. ഇതാണ് ഫുൾ സർക്കിൾ വിത്ത് സൈസ്, പോയിൻറ്റ് സൈസ് 5. ഇതാണ് ഇവരുടെ ഡിഫോൾട്ട് ഡയമെൻഷൻ. അതുപോലെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ അതൊക്കെയാണ്. ഇനി അപ്പോൾ രണ്ടിനെയും ഞാൻ മാറ്റി. ഇനി വേണ്ടത് എനിക്കവിടെ അതിൻ്റെ ആ കോർഡിനേറ്റ് അവിടെ കാണിക്കണം. ഞാൻ അത് കോർഡിനേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലാറ്ററലി കാണിക്കാൻ 2 ഡബിൾ കോട്ട് അതുപോലെ തന്നെ %v എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ പോയിൻ്റ് അവിടെ കണ്ടില്ലേ, ആ പോയിൻ്റ് അവിടെ അവർ കാണിച്ചു തരും. ജിയോജിബ്രയിൽ കാണിക്കും ആ പോയിൻ്റ്. നമുക്കത് വേണമെങ്കിൽ ഇവിടെ തന്നെ കോപ്പി ചെയ്യാം. ഇത് കോപ്പി ചെയ്തിട്ട് പോയിൻ്റ് ബിക്കും അത് തന്നെ കൊടുക്കാം. ആ പോയിൻ്റ് ബി 0, 10 ആയി. കണ്ടല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ കളറ് മാറ്റണം. ഇതിൻ്റെ കളറ് ഈ എല്ലാ ബ്ലൂ ഒന്നും പറ്റില്ല. ഇവരുടെ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13/162/204 ആണ് ഫോട്ടോമാത്ത് പറയുന്ന ബ്ലൂ. ഓക്കെ, ഇനി ഈ ഗ്രീൻ എന്ന് പറഞ്ഞ് ഇത് ഞാൻ ഗ്രീൻ കൊടുക്കുകയാണ്. അടുത്ത അവർ സംബന്ധിച്ചിട്ടുള്ള കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീനാണ്. അത് ഞാൻ കൊടുക്കുകയാണ്. അത്
ഓക്കെ, അത് കൊടുത്തു. ഈ ലൈനിൻ്റെ കളർ ഞാൻ അടുത്ത കളർ കൊടുക്കുകയാണ്. ലൈനിന് കൊടുക്കുന്ന കളറ് നാൽപ്പത്താറ്. ഇതാണ് ലൈനിൻ്റെ കളർ. ഇനി ലൈനിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ലൈനിന് ലാബിലൊന്നും പാടില്ല. ലാബിൽ നമുക്കിവിടെ ആവശ്യമില്ല, ലാബിൽ വേണ്ട. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ് 7 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇനിയാണ് ഈ ഗ്രാഫ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോട്ടോമാത്തിൽ കാണിക്കണം. ഫോട്ടോമാത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരണം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഓൾജിബ്ര ക്ലോസ് ചെയ്യാം. ഓൾജിബ്ര ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ Ctrl+Shift+A അടിച്ചു കഴിഞ്ഞാൽ ഓൾജിബ്ര ക്ലോസ് ആവും. ഓൾജിബ്രയുടെ ആ ഒരു കമാൻഡ് ബോക്സ് ക്ലോസ് ആവും. ഇനി നമ്മൾ എടുക്കേണ്ടത് കൺസ്ട്രക്ഷൻ പ്രോട്ടോക്കോളാണ്. അതിന് Ctrl+Shift+L ആണ് അടിക്കേണ്ടത്. അടിച്ച് നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ പ്രോട്ടോക്കോൾ വരും. നോക്കുക, നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് വരയ്ക്കേണ്ടത് എ ആണ്, പോയിൻ്റ് എ ആണ് വരയ്ക്കേണ്ടത്. കണ്ടോ, നീലയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം വരേണ്ടത് പോയിൻ്റ് എ ആണ്. അപ്പോൾ ഈ പോയിൻ്റ് എ ഞാൻ എടുത്തിട്ട് മുകളിൽ കിട്ടും. ഓക്കെ, ആ പോയിൻ്റ് എ വന്നു. പിന്നെ വരേണ്ടത് പോയിൻ്റ് ബി ആണ്. ഓക്കെ, പോയിൻ്റ് ബി വന്നു. പിന്നെ രണ്ടും കൂടി ജോയിൻ ചെയ്ത് ലൈൻ വരണം. അപ്പോൾ ഞാൻ ആദ്യം പോയിൻ്റ് എ വന്നു, പിന്നെ പോയിൻ്റ് ബി വന്നു, പിന്നെ ലൈൻ എഫ് വരണം. ഇതാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷോ ഓൺലി ബ്രേക്ക് പോയിൻറ്റ്സ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെ അടിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം എന്താ കാണിക്കുക ചെയ്യുക, നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വരിക വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, -50 മാർക്ക് ചെയ്യും. ആദ്യം എക്സ് ഇൻ്റർസെപ്റ്റ് മാർക്ക് ചെയ്യും, അടുത്ത സ്റ്റെപ്പിൽ വൈ ഇൻ്റർസെപ്റ്റ് മാർക്ക് ചെയ്യും, അടുത്ത സ്റ്റെപ്പിൽ രണ്ടും കൂടി ജോയിൻ ചെയ്യും. ഓക്കെ ഇല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഇത് Ctrl+Shift+L അടിച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇനി നമുക്ക് ഈ ഗ്രാഫ് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്രാഫ് സേവ് ചെയ്യാണ്. ഡൗൺലോഡ് ആസ് ജിയോജിബ്ര ഫയൽ. ഞാനിപ്പോൾ ഇതിന് കൊടുക്കുന്ന പേര് ഇപ്പോൾ എന്താ, ടെസ്റ്റ് ഫോർ ഫോട്ടോ മാത്ത്. ഇതാണ് ഞാൻ കൊടുക്കുന്ന പേര്, ടെസ്റ്റ് ഫോർ ഫോട്ടോ മാത്ത്. ഒറ്റ ഫയൽ ഞാൻ എടുത്തിട്ടുള്ളൂ. സേവ് കൊടുത്തു, ടെസ്റ്റ് ഫോർ ഫോട്ടോ മാത്ത് ഞാൻ സേവ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ബ്രൗസറിലോട്ട് വരികയാണ്. ബ്രൗസറിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് നമ്മളിവിടെ പോയിട്ട് വിഷ്വൽ സീക്വൻസ് എടുക്കാം. നമ്മുടെ വിഷ്വൽ സീക്വൻസ്, ന്യൂ വിഷ്വൽ സീക്വൻസ് വന്നു, ഉണ്ടല്ലേ? വിഷ്വൽ സീക്വൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അവിടെ സേവ് ചെയ്തിട്ടില്ല. എനിക്ക് 3 സ്റ്റെപ്പുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് 3 സ്റ്റെപ്പുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എക്സ് ഇൻ്റർസെപ്റ്റ്, അടുത്തതിൽ വൈ ഇൻ്റർസെപ്റ്റ്, മൂന്നാമത്തേൽ 2 എക്സും വൈയും ജോയിൻ ചെയ്യുന്ന ലൈന്. ആ ലൈനിൻ്റെ ഇക്വേഷനാണ് y = x+5. അതെനിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വരയ്ക്കാനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സാധാരണ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഫോൾഡറിൽ പോയിട്ട് അവിടെ നിന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. പക്ഷേ മാക്കിൽ ഒന്നുകൂടി എളുപ്പമാണ്. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇതിൻ്റെ പേരടിച്ചെടുത്താൽ മതി. അതായത് ഞാൻ എന്താണ്, ടെസ്റ്റ് ഫോർ ഫോട്ടോ മാത്താണ്. കണ്ടോ, ടെസ്റ്റ് ഫോർ ഫോട്ടോ മാത്ത് വന്നു. ഞാൻ ജസ്റ്റ് ഇത് എടുത്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൽ കൊടുത്തിടുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ ഗ്രാഫ് ഇവിടെ വന്നു. ഫസ്റ്റത്തെ ഗ്രാഫിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വലുതാക്കട്ടെ, നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ഗ്രാഫിൽ നിന്ന് കാണാം -50 എക്സ് ഇൻ്റർസെപ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ വൈ ഇൻ്റർസെപ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ രണ്ടും കൂടി ജോയിൻ ചെയ്തു. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് ലൈൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ എന്ത് എഴുതാം, എക്സ് ഇൻ്റർസെപ്റ്റ് ഈസ് മാർക്ക് ഇൻ ദ ഗ്രാഫ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് ഇൻ്റർസെപ്റ്റ് എന്നുള്ളതിന് എന്ത് കൊടുക്കാം, ബ്ലൂ കളർ കൊടുക്കാം. സിമിലാർലി ഇവിടെയും കൊടുക്കാം, ദ വൈ ഇൻ്റർസെപ്റ്റ് ഈസ് മാർക്ക്ഡ് ഇൻ ദ ഗ്രാഫ്. നമുക്ക് വൈ ഇൻ്റർസെപ്റ്റും കളർ കൊടുക്കാം. വൈ ഇൻ്റർസെപ്റ്റ് കളർ പച്ചയാണ്, അപ്പോൾ നമ്മളിവിടെ പച്ച കൊടുക്കണം. പച്ച കളർ കൊടുത്തു. ഇനി എക്സ് ആൻഡ് വൈ intercepts are joined
using a straight line. Thus the required line is drawn. ലൈൻ ഇക്വേഷൻ തരുന്നത് y is equal to 2x plus 10 ആണ് തോന്നുന്നു അല്ലേ, 2x plus 10 അല്ലേ, 2x plus 5 ആണ്, 2x plus 5. അപ്പം ഇനി 2x plus 5 ഞാൻ കളർ കൊടുത്തു, y is equal to 2x plus 5 കളർ കൊടുത്തു. എക്സ് ഇൻ്റർസെപ്റ്റ് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഫിഗറിലത് നീലയാണ്, അപ്പോൾ ഞാനത് നീല കൊടുത്തു. വൈ ഇൻ്റർസെപ്റ്റ് പച്ചയാണ്, വൈ ഇൻ്റർസെപ്റ്റ് പച്ച കൊടുത്തു. ജോയിൻ യൂസിങ് എ സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ്റെ കളറ് ഓറഞ്ചാണ്, അതും കൊടുത്തു. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഗ്രാഫ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ്. അപ്പോൾ അതാണ് ബ്രേക്ക് പോയിന്റിനുള്ള കാര്യം. കണ്ടില്ലേ? അപ്പോൾ നമ്മളാകെ ഒരു ഒറ്റ ഗ്രാഫ് യൂസ് ചെയ്തിട്ടുള്ളൂ, ഒറ്റ ഗ്രാഫ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ, 3 ഗ്രാഫ് ഓൺ ദ ടൈമിൽ വന്നു. ഇങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് പോയിന്റ് യൂസ് ചെയ്യുക. അല്ലാണ്ട് ഓരോന്നിനും ഓരോ ഗ്രാഫ് വരയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒറ്റ ഗ്രാഫിൽ തന്നെ നമുക്ക് എല്ലാതും പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതാണ് ബ്രേക്ക് പോയിന്റിനുള്ള ഗുണം. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് ഈസ് മാർക്കഡ് ഇൻ ദ ഗ്രാഫ്, വൈ ഇൻ്റർസെപ്റ്റ് ഈസ് മാർക്കഡ് ഇൻ ദ ഗ്രാഫ്, the x and y intercepts are joined using a straight line. The required line is drawn. നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ കോപ്പി ഇവിടെ നിന്ന് സൊല്യൂഷൻ സ്റ്റെപ്പിക്ക് കോപ്പി ഇമേജ് കൊടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയിട്ടൊന്ന് പേസ്റ്റ് ചെയ്യാം, പേസ്റ്റ് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ? സോ ദ റിക്വയർഡ് ഗ്രാഫ് ഈസ് പ്ലോട്ടഡ്. y is equal to 2x plus 5. അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് ബ്രേക്ക് പോയിന്റിലുള്ള കാര്യം. ഇത്രയേ ഉള്ളൂ സംഭവം.